ഉടൻ തിയേറ്ററുകളിലെത്തുന്ന അടുത്ത മമ്മൂട്ടി ചിത്രമാണ് കളങ്കവാൽ. നവാഗതനായ ജിതിൻ കെ. ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. ചിത്രത്തിൽ മമ്മൂട്ടി പ്രതിനായകനും വിനായകൻ നായകനും എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. സിനിമയിൽ 21 നായികമാർ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രജിഷ വിജയൻ, ഗായത്രി അരുൺ ഉൾപ്പെടെയുള്ളവരാണ് കളങ്കവാലിൽ നായികമാരായി എത്തുന്നത്. മമ്മൂട്ടി ചിത്രത്തിൽ 21 നായികമാർ എത്തുന്നത് ഇതാദ്യമായാണ്. വൈൻ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ഗായത്രി അരുൺ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ രജിഷ വിജയനും മമ്മൂട്ടിയും ആദ്യമായാണ് ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. മമ്മൂട്ടി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കളങ്കവാൽ. മമ്മൂട്ടിയുടെ വ്യത്യസ്ത റോളാണ് സിനിമയിലെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതു മുതൽ കളങ്കവാലിനെ ഉറ്റുനോക്കുകയാണ് മലയാളി പ്രേക്ഷകർ. പിന്നീട് മമ്മൂട്ടിക്ക് ഇമ്പനി അവതരിപ്പിക്കുന്നു വിനായകൻ. മമ്മൂട്ടി എന്ന പോസ്റ്റർ പുറത്തിറങ്ങുകയും ചെയ്തതോടെ ആവേശം ഇരട്ടിച്ചു. മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത പ്രകടനത്തിനായി കാത്തിരിക്കുകയെന്ന അടിക്കുറിയപ്പോഴെയാണ് സിനിമയുടെ പോസ്റ്റർ പുറത്തിറങ്ങിയത്. മമ്മൂട്ടിക്ക് ഇമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയാണ് കളങ്കവാൽ. ദുൽഖർ സൽമാൻ നായകനായ കുറുവപ്പ് സിനിമയുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ. ജോസ്, ജിഷ്ണു ശ്രീകുമാർ, ജിതിൻ കെ, ജോസ് എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. അതേസമയം മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമ. കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ എൻജോയ് വിവരം. മമ്മൂട്ടി, മോഹൻലാൽ, അഞ്ജബ് ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങി നീണ്ട താരനിരയുണ്ട്. മലയാളത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമായാണ് ഒരുങ്ങുന്നത്. അടുത്ത മാസം ചിത്രീകരണം പൂർത്തിയാക്കും. അമൽ നീരദ്, നിതീഷ് സഹദേവ് എന്നീ സംവിധായകരുടെ ചിത്രങ്ങളും മമ്മൂട്ടിയെ കാത്തിരിക്കുന്നുണ്ട്. ന്യൂസ് 4 വേണ്ടി ജിൻസി കുര്യൻ.